ഓം ശാന്തി. ലൈഫിൽ 2 ലെവലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാം. ഒന്നൊരു കംഫർട്ട് സോൺ, മറ്റൊന്ന് ഗ്രോത്ത് സോൺ. കംഫർട്ട് സോൺ എന്ന് വെച്ചാൽ സ്വസ്ഥമായിട്ട്, മീൻസ് രാവിലെ എഴുന്നേൽക്കുന്നു, വളരെ കംഫർട്ടബിൾ, എക്സ്ട്രാ ആക്ടിവിറ്റീസ് നത്തിങ്. വേണമെങ്കിൽ എക്സസൈസ് ചെയ്തു, ഇല്ലെങ്കിലില്ല. വേണമെങ്കിൽ അഫർമേഷൻ ചെയ്തു, ഇല്ലെങ്കിലില്ല. രാവിലെ എഴുന്നേറ്റു, പലരുടെയും ഇഷ്ടമുള്ള മോർണിംഗ്, ഒരു നല്ല കപ്പ് കാപ്പി, ഒരു ന്യൂസ് പേപ്പർ അഥവാ ന്യൂസ് അഥവാ മൊബൈൽ എന്തെങ്കിലും ഒന്ന് നോക്കി ആനന്ദിച്ചിരുന്നു, റിലാക്സ് ചെയ്തു. അത്യാവശ്യം അമ്മമാരാണെങ്കിൽ ഇത് മാത്രം പോരല്ലോ, അത്യാവശ്യം അടുക്കളയിൽ കയറി കാര്യങ്ങൾ ചെയ്തു, ജോലിക്ക് പോകുന്നു, റെഗുലർ ആക്ടിവിറ്റീസ്, കംഫർട്ടബ്ലി ഈവനിങ് തിരിച്ചു വരുന്നു, നമ്മുടെ നോർമലായിട്ടുള്ള ഫാമിലി ടൈം. ദെൻ അത് കഴിഞ്ഞ ശേഷം സ്വസ്ഥമായിട്ട് ആവുന്ന പോലെയൊക്കെ ചെയ്തു, രാത്രിയായി സ്വസ്ഥമായിട്ട് ഉറങ്ങി. റിലാക്സ്, കംഫർട്ടബിൾ. എല്ലാത്തിൻ്റെ കൂടെ ചേർക്കുന്ന വാക്ക് സ്വസ്ഥായി. യെസ്, സ്വസ്ഥമായിട്ടിരുന്നുള്ളൂ. ജീവിതത്തിലൊന്നും പുതിയതായിട്ട് നേടാൻ നിങ്ങൾക്ക് സാധ്യമേ അല്ല. അത്രമാത്രം മതിയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. എൻ്റെ മുത്തശ്ശി പറഞ്ഞ് ഞാൻ ഓർക്കും, സമ്പത്ത് കാലത്ത് തൈപ്പത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കായ്പത്ത് കൊയ്യാം എന്ന് എൻ്റെ മുത്തശ്ശി പറഞ്ഞ് കേൾക്കാറുണ്ട്. നല്ല സമയത്ത്, നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് 4 തെങ്ങും തൈ നട്ടാൽ നിങ്ങൾക്ക് കുറച്ച് വയസ്സാകുമ്പോഴത്തേക്കും പണിയെടുക്കാനൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, 4 തെങ്ങിൻ കായ പറിച്ച്, അതായത് തേങ്ങ വിറ്റാൽ നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാം എന്ന് വാക്കിൻ്റെ അർത്ഥം. ജീവിതത്തിൽ ആരോഗ്യമുള്ള സമയത്ത്, ശരീരവും മനസ്സും ഒരുപോലെ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് സമ്പാദിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് സ്വസ്ഥമായിരിക്കുന്ന വാർദ്ധക്യം. അഥവാ എന്തെങ്കിലും കഷ്ടപ്പാടുള്ള സമയം വരുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നേ നിങ്ങൾ പരിശ്രമിച്ചേ പറ്റൂ. എല്ലാം സ്വസ്ഥായി പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും എക്സ്ട്രാ ആക്ടിവിറ്റി ചെയ്യാതിരുന്നാൽ, എക്സ്ട്രാ ഒന്നും സമ്പാദിക്കാതിരുന്നാൽ, സമയം വരുമ്പോൾ ആരുടെയെങ്കിലും മുന്നിൽ കൈ നീട്ടി ഇല്ല കഷ്ടമായിപ്പോയി, എനിക്ക് അങ്ങനെയായിപ്പോയി, ദൈവം എന്നോട് അങ്ങനെ ചെയ്തു, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, പിന്നെന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത്, എറ്റ്സെട്ര പരാതികളുടെ മാലയും കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കാം. അതർവൈസ് ബി ആക്റ്റീവ്. ജീവിതത്തിൽ സമയം എന്നൊരു നിധി, അതൊരിക്കലും നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ഇന്നത്തെ 24 മണിക്കൂറിനുള്ള 1 മിനിറ്റെങ്കിലും നാളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാത്ത സാധനമാണ്. അതുകൊണ്ട് ഉപയോഗിക്കൂ. നമ്മുടെ ശരീരം അലർട്ടായിരിക്കുന്ന സമയത്ത്, ഭഗവാൻ തന്നതായിരിക്കുന്ന ഈ നിധി ആക്റ്റീവായിരിക്കുന്ന സമയത്ത് അതിനെ നന്നാക്കി വെക്കാനുള്ള പരിശ്രമം, ഒപ്പത്തിനൊപ്പം തന്നെ ഭാവിക്ക് വേണ്ടി സമ്പാദിക്കാനുള്ള സമയം, അതിനുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം സ്വസ്ഥായിപ്പോയി, നാളത്തെ ദിവസം സ്വസ്ഥായിപ്പോയി, അങ്ങനെ സ്വസ്ഥമായിപ്പോയി ഒരു ദിവസം അസ്വസ്ഥത വരുമ്പോൾ തേടി നടക്കാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരൂ. സ്വസ്ഥതയ്ക്കുപരിയായിക്കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറായേ പറ്റൂ. ഹാർഡ് വർക്കിംഗ് നോട്ട് ഇൻ ദ സെൻസ് ഈ ശരീരം കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് മാത്രമേ ഹാർഡ് വർക്ക് എന്ന് ഞാൻ മാനിക്കുന്നേ ഇല്ല. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരിക ബ്രെയിൻ കൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ്, തലച്ചോറ് കൊണ്ട് വർക്ക് ചെയ്യേണ്ട സമയത്താണ്. ഈ തലയ്ക്ക് മേലെ കൂടുതൽ പ്രവർത്തിക്കുന്നവരാണ് കൂടുതൽ സമ്പാദിക്കാറ്. ശരീരം കൊണ്ട് മാത്രം അധ്വാനിക്കുന്നവർ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചാലും ഒരല്പം മാത്രം സമ്പാദിക്കും. ബ്രെയിൻ കൊണ്ടാണ് അധ്വാനിക്കുന്നതെങ്കിൽ അവർ ഒരുപാട് തൻ്റെ ലൈഫിൽ സമ്പാദ്യം നേടുകയും ചെയ്യും. അതുകൊണ്ട് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരേണ്ട കാര്യം പറയുമ്പോൾ, ഞാൻ ഇക്കാര്യം പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ തന്നെ എന്നോട് അനിഷ്ടം വന്നിട്ടുണ്ടാവും. ഈ വീഡിയോ എവിടെ വരെ എത്തുമെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓപ്പണായി പറയല്ലേ നിങ്ങളുടെ അടുത്ത്. ഒരു പക്ഷേ എത്തിയാലും എത്തിയിട്ടില്ലെങ്കിലും നോ പ്രോബ്ലം. പക്ഷെ എനിക്ക് പറഞ്ഞ് തന്നേ പറ്റൂ നിങ്ങളുടെ അടുത്ത്. ജീവിതത്തിൽ റെഗുലറായിട്ട് എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരുന്നാൽ എന്നും കിട്ടുന്ന ഫലം എന്നും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു ദിവസം മരം മറിഞ്ഞു വീണാൽ കഴിഞ്ഞു ഫലം പറിക്കലും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി ലൈഫിൽ, എനിക്ക് ആരോഗ്യമുള്ള സമയത്ത്, ഞാൻ സമ്പത്ത് നേടാൻ വേണ്ടിക്കൊണ്ട് മാത്രമെന്ന് പറയില്ല, യെസ് യു ഹാവ് ടു ഡു. നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് കുറച്ചെങ്കിലും ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് ഇന്നതിനെന്ന് വിചാരിക്കരുത്. അതായത് കുറച്ച് പൈസ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എനിക്ക് രോഗം വരുമ്പോൾ എനിക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസിന് വേണ്ടി 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ, ഒരിക്കലും അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞ് ബാങ്കിൽ ഇട്ടാൽ നാളെ ഹോസ്പിറ്റൽ എക്സ്പെൻസിന് വേണ്ടി തന്നെ നിങ്ങൾക്ക് ആ പൈസ ഉപയോഗിക്കേണ്ടി വരും. കാരണം നിങ്ങൾ അതിനെയാണ് അസ്യൂം ചെയ്തത്, അതിനെയാണ് വിഷ്വലൈസ് ചെയ്തത്, അതിനെയാണ് മാനിഫെസ്റ്റ് ചെയ്തത്. അത് നിങ്ങൾക്ക് ചിലവഴിച്ചേ തീരൂ. അതും ഞാൻ കുറേ എക്സാമ്പിൾസ് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്.
ധനം എന്നത് അത് ഊർജ്ജമാണ്, അത് ഹാപ്പിനെസ്സാണ്. ലെറ്റ് ഇറ്റ് ബി. അത് ബാങ്കിൽ കിടക്കട്ടെ 2 ലക്ഷം രൂപ, അല്ലെങ്കിൽ എത്ര പൈസ പറ്റുന്നു അത്ര പൈസ രൂപ ബാങ്കിൽ കിടന്നോട്ടെ. ഒരുപാട് പൈസ ഒന്നും എടുത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ചൊരു 10 രൂപ, ഒരു 100 രൂപ അതവിടെ കിടന്നോട്ടെ. അത് ഡെപ്പോസിറ്റായിട്ട്, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സന്തോഷത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് വിചാരിക്കുക, എടുത്ത് ഉപയോഗിക്കുക ചെയ്യാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും നേടിക്കൊണ്ട് വേണം നമ്മുടെ യാത്ര മുന്നോട്ട് പോകാൻ. ശരീരം ഇത് ആരോഗ്യമുള്ള സമയമാണ്. പലപ്പോഴും ചെറുപ്പക്കാരെടുത്ത് ഈ അടുത്തിടെയായിട്ട് ആയിരക്കണക്കിന് യൂത്തിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസ് എനിക്ക് ഉണ്ടായി. ഞാൻ കണ്ട ഒരു വണ്ടർഫുൾ ആയിരിക്കുന്ന കാര്യം, ദി ന്യൂ ജെൻ, അവർക്കത് ഇഷ്ടമാവുമെന്ന് അറിയില്ല ഞാൻ പറയുന്നത്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഒന്നാണ് വ്യായാമം. രാവിലെ എഴുന്നേറ്റ് മിനിമം 10 to 15 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ ബ്രെയിനിൽ ഡോപ്പാമിൻ്റെ ക്രിയേഷൻ ഉണ്ടാവാനും സന്തോഷത്തിൽ ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ എനർജറ്റിക് ആയിക്കൊണ്ട് ജോലി ആവട്ടെ, സ്റ്റഡി ആവട്ടെ, നിങ്ങളുടെ ഫാമിലി ആക്ടിവിറ്റീസ് ആവട്ടെ, വീടിനുള്ള കാര്യങ്ങളാവട്ടെ, നിങ്ങളുടെ റെഗുലർ ആക്ടിവിറ്റീസ് എന്തു തന്നെ ചെയ്യുകയാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ഉന്മേഷവും ഉത്സാഹവും കുറയുന്നുണ്ട് എങ്കിൽ സന്തോഷത്തിൻ്റെ ഹോർമോൺ ആയിരിക്കുന്ന ഡോപ്പമിൻ കുറവാണെന്നാണ് അർത്ഥം. പക്ഷേ നോട്ട് റെഡി ടു എക്സസൈസ്. പറയാം, എനിക്കിന്ന് വയറൊന്നും ചാടിയിട്ടില്ല, എനിക്ക് ഓവറായിട്ടുള്ള തടിയില്ല, ഞങ്ങളുടെ ബോഡിയൊക്കെ ഇപ്പോൾ ഫിറ്റാണ്, സോ ഹാവ് ടു എൻജോയ് ചെയ്തോളൂ. ലൈഫ് ടു എൻജോയ് ആണ്. പക്ഷേ എൻജോയ് ഇൻ ദ പോസിറ്റീവ് സെൻസിലാണോ ലൈഫ് സദാകാലത്ത് ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് ദിവസത്തിൽ ഈ ശരീരം എന്നതായിരിക്കുന്ന നിധിയെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിക്കൊണ്ട് രാവിലത്തെ കംഫർട്ട് സോണിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട്, സമയമില്ല എങ്കിൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ഒരു 10-15 മിനിറ്റ് വ്യായാമം ചെയ്തില്ല എങ്കിൽ, ബ്ലഡ് സർക്കുലേഷന് പ്രോപ്പറായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുന്നില്ല എങ്കിൽ വളരെ വേഗത്തിൽ വാർദ്ധക്യം നിങ്ങളുടെ അടുത്ത് തേടി വരികയും കണ്ണിൻ്റെ കാഴ്ച ഒരു 35 വയസ്സാകുമ്പോഴത്തേക്കും കുറയാൻ തുടങ്ങും. നിങ്ങൾക്ക് കണ്ണട വെക്കേണ്ടതായിട്ട് വരും വായിക്കാൻ വേണ്ടിക്കൊണ്ട്. നിങ്ങളുടെ വളയാൻ പറ്റില്ല, നിവരാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ക്ഷീണം വന്നു, ഇരുന്നോർന്ന് എണിക്കാൻ പറ്റില്ല, കാല് ചമ്മരം പടിഞ്ഞ് താഴെ ഇരിക്കാൻ പറ്റില്ല, എറ്റ്സെട്ര എല്ലാം നിങ്ങൾക്ക് 35-ന് ശേഷം. എന്തിന് 35? ഞാൻ ഇപ്പോൾ 30+ ഇതൊക്കെ കാണുന്നുണ്ട്, 23+ ഇതൊക്കെ കാണുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്, വ്യായാമം അനിവാര്യമായിരിക്കുന്ന ഒരു സാധനമാണ്. കംഫർട്ട് സോണിൽ പുറത്ത് കിടക്കൂ. രാവിലത്തെ ഉറക്കം കുറച്ചുകൊണ്ട് ഒരു 15 മിനിറ്റെങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം. ശരീരത്തിന് ബ്ലഡ് സർക്കുലേഷൻ ക്ലീൻ ആക്കാൻ വേണ്ടിക്കൊണ്ട്, മനസ്സിൻ്റെ ആരോഗ്യത്തിന്, മനസ്സിനെ പവർഫുള്ളാക്കി വെക്കാൻ വേണ്ടിക്കൊണ്ട് ഏർലി മോർണിംഗ് എഴുന്നേറ്റ ഉടനെ കുറച്ച് സമയം മെഡിറ്റേഷൻ, മിനിമം 10 to 15 മിനിറ്റ്സ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മനസ്സിനെ പവർഫുള്ളാക്കി വെക്കാം. രാവിലെ ചെയ്യണം. രാവിലെ ചെയ്യുന്ന സമയത്ത് ഉണർന്ന ഉടനെയുള്ളതായിരിക്കുന്ന 10-15 മിനിറ്റ് സമയം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാക്സിമം ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് മെഡിറ്റേഷനിലൂടെ ഹൈലി പവർഫുൾ പോസിറ്റീവ് തോട്ട്സിൻ്റെ അഫർമേഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ആരോഗ്യമാക്കി വെച്ചുകൊണ്ട് നമ്മളൊരു ദിവസം ആരംഭിച്ചേ പറ്റൂ. ഇപ്പോഴെനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നാളെ കുഴപ്പം വരുന്ന സമയത്ത് നിങ്ങൾ ആരുടെയെങ്കിലും സഹായത്തോടെ സ്വയം അവരവനെ ശപിക്കാൻ തുടങ്ങും. കംഫർട്ട് സോണിന് പുറത്തേക്ക് വരൂ. അതിലുപരിയായിക്കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പുതുതായി ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഇപ്പോഴൊന്നൊക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നില്ല, എന്തിനാണ് ഞാൻ ഈ തലവേദന എടുക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ തലവേദന നാളത്തെ തലവേദന ഇല്ലാതാക്കാനാണ്. എന്തുകൊണ്ടാണ് ഈ ചോദ്യം എന്നറിയോ? പേടിയാണ്. ഞാൻ ഇവിടെ നിന്ന് ഈ ട്രാപ്പസീസ് എന്ന് പറയും, നമ്മൾ സർക്കസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഒരു ഇങ്ങനെ ഊഞ്ഞാലാടിയിട്ട് ഒന്നുമൊന്ന് മറ്റൊന്നിലേക്ക് പിടിക്കുന്നത്. ഇങ്ങനെ ആടി മറ്റൊന്ന് പിടിക്കുന്ന സമയത്ത് അത് പിടിക്കാൻ കിട്ടില്ലെങ്കിലോ എന്നൊരു പേടിയുണ്ടെങ്കിൽ ഒരിക്കലും ഇത് വിടാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഈ പോകുന്നതായിരിക്കുന്ന സ്വസ്ഥതയിൽ നിന്ന് ഒന്ന് മാറി പുതിയതൊന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ഭയം, എനിക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിലോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നതായിട്ടുള്ള പേടി, അതില്ലാതാക്കാൻ വേണ്ടി സ്റ്റഡി. ദിവസവും നിങ്ങൾ പഠിക്കൂ കുറച്ച് സമയം. എന്തെങ്കിലും ഒരു പുതിയ കാര്യം, 1 അല്ല 2 3 ഇൻകം ഈ കാലഘട്ടത്തിന് നീഡാണത്. അതുകൊണ്ട് ജീവിതത്തിൽ 2 3 തലങ്ങളിൽ നിന്ന് ഇൻകം ഉണ്ടാകത്തക്ക രീതിയിൽ പുതിയ കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റഡ് റിസ്കിലൂടെ എന്തെല്ലാം പുതുമ കൊണ്ടുവരാൻ പറ്റുമോ, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ചെയ്തുകൊണ്ട് അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിലൂടെ നമ്മുടെ ഇൻസൈറ്റിനെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് സ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പുതുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയേ പറ്റൂ. അത് ഈവൻ ഒരു ട്രെയിനർ ആവുകയാണെങ്കിലും, അതല്ല ഒരു ബിസിനസ് മാൻ ആവുകയാണെങ്കിലും, അതല്ല ഒരു എൻ്റർപ്രണർ ആവുകയാണെങ്കിലും, എന്തു വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി, പുതുമയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ പുതുമയില്ലാത്ത ലോകത്ത് ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവില്ല. അധികം വൈകാതെ
ചിന്തിക്കാതെ ഞാൻ ഈ കാലഘട്ടത്തിൽ 25ഉം 26ഉം വയസ്സായിരിക്കുന്ന വയസ്സന്മാരെയും കാണാറുണ്ട്, 81ഉം 82ഉം വയസ്സായ ചെറുപ്പക്കാരെയും കാണാറുണ്ട്. മൈൻഡ് ആക്റ്റീവ് ആണെങ്കിൽ 82 വയസ്സിലും അവർ ആക്റ്റീവാണ്, അവർ യങ് ആണ്, അവർക്ക് എല്ലാ കാര്യം ചെയ്യാനുള്ള എനർജി ഉണ്ട്, പുതിയ ലോകങ്ങൾ തേടി പോയിക്കൊണ്ടേയിരിക്കുന്നു. 21ഉം 22 വയസ്സിൽ പോലും മടി എന്നതായിരിക്കുന്ന രോഗം കൊണ്ട് കംഫർട്ട് സോണിൽ പുറത്തു കടക്കാതെ എല്ലാം നശിപ്പിക്കുന്ന ലോകവും നമ്മൾ കാണുകയാണ്. സോ വി ഹാവ് ടു ചേഞ്ച്. നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയേ പറ്റുള്ളൂ. മാറ്റങ്ങൾക്ക് വിധേയമാക്കി നമ്മൾ സ്വയം മാറ്റത്തിന് വേണ്ടി തയ്യാറായില്ല എങ്കിൽ, നമ്മുടെ ഇൻകം സോഴ്സസിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ, ഹെൽത്തിനെ നന്നാക്കി വെക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല എങ്കിൽ, ഇതെല്ലാം കയ്യിൽ നിന്ന് പോകുന്ന ഒരു നിമിഷത്തിൽ സങ്കടപ്പെടേണ്ടതായിട്ട് വരും. നാളെ പശ്ചാത്തപിക്കേണ്ടി വരുമുള്ള കർമ്മം ഇന്ന് ചെയ്യാതെ ഇന്നത്തെ കംഫർട്ട് സോണിന് പുറത്തു കടന്നുകൊണ്ട് ഗ്രോത്ത് സോണിലേക്ക് നിങ്ങൾ കാല് വെച്ച് നോക്കൂ. അവിടെ ആദ്യത്തിൽ റിസ്ക് ആണ്, പിന്നെ ആനന്ദമാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ഡോപ്പമിൻ പ്രൊഡക്ഷൻ, സെറോട്ടോണിൻ പ്രൊഡക്ഷൻ ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, നിങ്ങൾക്ക് ആനന്ദം നിറഞ്ഞൊരു ജീവിതമാണ്. എന്നും പുതുമ നിങ്ങളുടെ ജീവിതത്തിലെ ഉന്മേഷവും ഉത്സാഹവും എല്ലാ ദിവസങ്ങളിലും വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രേരണയും തരും. അതുകൊണ്ട് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്നേ പറ്റൂ, ഗ്രോത്ത് സോൺ സ്വന്തമാക്കിയേ പറ്റൂ. നാളത്തെ സന്തോഷം നിറഞ്ഞ ജീവിതം ഇന്ന് സന്തോഷത്തിലൂടെ ആർജിക്കാൻ വേണ്ടിക്കൊണ്ട് ലൈഫിൽ മിനിമം ഇക്കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള ശക്തി സർവേശ്വരൻ തരട്ടെ. ഓം ശാന്തി.